ഇന്നങ്ങനെ കുറേ നാൾക്ക് ശേഷം ഒരു മൂവി കാണുമെന്ന് വിചാരിച്ച് ഇറങ്ങിയതായിട്ടോ. നമ്മുടെ സർവമായ മൂവിയില്ലേ നിവിൻ പോളിയുടെ, അത് കാണാൻ വേണ്ടിയിട്ടാട്ടോ പോയ. കൂടെ നമ്മുടെ അമ്മച്ചിയുണ്ട്. ഏട്ടൻ നാട്ടിലുണ്ടെങ്കിലേ ഞങ്ങൾക്ക് ഇത് തന്നെ ആട്ടോ മെയിൻ പണി. നല്ല സിനിമ റിലീസിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. ഞങ്ങൾ കൂടുതൽ നൈറ്റ് ഷോ ആട്ടോ ബുക്ക് ചെയ്യുന്നത്. അതാകുമ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നൈറ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞിട്ട് കയറിയാൽ മതിയല്ലോ. ഞങ്ങൾ ഹൈക്കോർട്ടിലൊക്കെ പോയിട്ട് ഒരു കുലിക്കൊക്കെ കഴിച്ച് അങ്ങനെ ഫുഡൊക്കെ അടിച്ചിട്ട് പതുക്കെയൊക്കെ തിണ്ടിത്തിരിഞ്ഞ് നടന്നിട്ടൊക്കെ കയറത്തുള്ളൂ കേട്ടോ. പിന്നെ അച്ഛനും അമ്മയ്ക്കും അറിയാം എപ്പോഴെങ്കിലുമൊക്കെ വന്ന് കയറിക്കോളുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആട്ടോ ചെയ്യാറ്. പിന്നെ ഏട്ടന് നാട്ടിലില്ലെങ്കിൽ പിന്നെ ഞാനും അങ്ങനെ മൂവിക്കൊന്നും പോകാറില്ല കേട്ടോ. പക്ഷേ ഈ സിനിമ കുറേ റിവ്യൂസൊക്കെ കണ്ടപ്പോൾ പോകണമെന്നൊരാഗ്രഹം അങ്ങനെ തോന്നാറില്ല. പിന്നെ കുറേ നാളായല്ലോ മൂവിക്കൊക്കെ പോയിട്ട്, അപ്പോൾ ഒരു ചേഞ്ച് വേണ്ടേ. അപ്പോൾ പിന്നെ അമ്മച്ചിനെ കിട്ടിയപ്പോൾ പിന്നെ ഡബിൾ ഹാപ്പി. അങ്ങനെ നല്ലൊരു അടിപൊളി ഫിലിം കേട്ടോ. കുറേ ചിരിച്ചു കേട്ടോ, കുറേ ചിരിക്കാനൊക്കെ ഉണ്ട്. അവരുടെ കോമ്പോ അല്ലേ, പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ജനാർദ്ദൻ അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ. സസ്പെൻസ് കളയുന്നില്ല. എന്നിട്ട് നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്നൊന്ന് കാണണം. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു മൂവിയാണ്. നല്ല ഫാമിലിയൊക്കെ ആയിട്ട് പോയി കാണാൻ പറ്റിയ ഒരു അടിപൊളി മൂവി കേട്ടോ. മിസ് ചെയ്യരുത് കേട്ടോ. നിങ്ങൾ പോയി കാണണം കേട്ടോ. അങ്ങനെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ലിഫ്റ്റിൻ്റെ അടുത്ത് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ലാസ്റ്റായിട്ടോ ഇറങ്ങിയത്. കാരണം ഞങ്ങൾക്ക് ഇവിടെ 2 മിനിറ്റ് മതിയല്ലോ. ഷോപ്പുകളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മോളിൽ അധികം തിരക്കൊന്നുമില്ല. നമ്മുടെ ന്യൂക്ലിയസ് മോളിലെ പെട്ടെന്ന് ഷോപ്പുകളൊക്കെ അടങ്ങി. കുറച്ച് ഷോപ്പുകളെ ഉണ്ടായിരുന്നുള്ളൂ. മൂവി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഈ നിൽക്കുന്നതൊക്കെ. ഞാനും അമ്മച്ചിൻ്റെ അപ്പം അതൊക്കെ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് കൂടി ഇപ്പോൾ ഒരു 3 മിനിറ്റ് എന്താ നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ എത്തും കേട്ടോ.